Good morning to all. So we continue the chapter computer network. In last section we discuss what are the different types of guided and unguided medias, that is communication medias. The communication media can be classified into two types, guided media and unguided media. Then we discuss different types of wired connections and wireless communications, and also discuss what are the different types of wires used for connecting the computers, and also discuss what are the different types of wireless communication and the different technologies of wireless communications. So today's section we discuss different types of data communication devices. Okay. So in this section we discuss what are the different types of data communication devices. That means which are the devices are used for communicating between two computers. That means how can we exchange the information യൂസിങ് വിച്ച് ഡിവൈസസ്. ഓക്കെ, അതായത് ഏതൊക്കെ ഡിവൈസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇൻഫോർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാമെന്നാണ് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ പഠിക്കുന്നത്. സോ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിനെ മെയിനായിട്ട് ഇത്രയായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കിയേ: NIC, ഹബ്ബ്, സ്വിച്ച്, റിപ്പീറ്റർ, ബ്രിഡ്ജ്, റൂട്ടർ, ഗേറ്റ്വേ. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എല്ലാം ചോദിക്കാറുള്ളതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും എന്താണെന്നുള്ളൊരു ഡെഫിനിഷൻ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ NIC. NIC എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. NICയുടെ ഫുൾ ഫോം എന്താണെന്ന് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ദെൻ സെക്കൻഡ് വൺ ഹബ്ബ്, ദെൻ സ്വിച്ച്, റിപ്പീറ്റർ, ബ്രിഡ്ജ്, റൂട്ടർ, ഗേറ്റ്വേ. ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. ഇനി ഓരോന്നും എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. സോ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ തന്നെ പറയുന്നത് അതിൻ്റെ ഷോർട്ട് ഫോം ആണ് NIC എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് യൂസ് ടു കണക്ട് എ കമ്പ്യൂട്ടർ ഓർ അതർ ഡിവൈസസ് ടു എ നെറ്റ്വർക്ക്. അതായത് ഒരു നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യണത്. ആ നെറ്റ്വർക്കിനും കമ്പ്യൂട്ടറിനും ഇടയ്ക്കുള്ള ഒരു ഇൻ്റർഫേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് പറയുന്നത്. സോ ഇതിനെ തന്നെ പറയുന്ന വേറൊരു നെയിമാണ് നെറ്റ്വർക്ക് അഡാപ്റ്റർ എന്നും പറയും. സോ ഇറ്റ് ഈസ് യൂസ് ടു കണക്ട് എ കമ്പ്യൂട്ടർ ഓർ അതർ ഡിവൈസസ് ടു എ നെറ്റ്വർക്ക്, or it is also defined as it is an interface between computer and network. ആ നെറ്റ്വർക്കിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഇടയ്ക്കുള്ളൊരു മീഡിയേറ്ററെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് പറയുന്നത്. അതിനെ തന്നെ പറയുന്ന വേറൊരു നെയിമാണ് നെറ്റ്വർക്ക് അഡാപ്റ്റർ എന്നും പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിവൈസാണ് ഹബ്ബ് എന്ന് പറയുന്നത്. ഹബ്ബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിവൈസിൽ നിന്ന് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സിലേക്ക് കണക്ഷൻ കൊടുക്കാനായിട്ട് പറ്റും. മെയിനായിട്ട് ഈ ഹബ്ബ് എന്നുള്ള ഡിവൈസ് വെക്കും. ആ ഹബ്ബിൽ ഇഷ്ടംപോലെ നോട്ട്സുകളുണ്ടാവും. അപ്പോൾ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സിലേക്ക് കണക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, ഹബ്ബ് യൂസ് ചെയ്യണത്. ദിസ് ഡിവൈസ് ഈസ് യൂസ്ഡ് ഇൻ വയേർഡ് നെറ്റ്വർക്ക്. അപ്പോൾ ഇത് എന്താ, ഡിവൈസ് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും വയേർഡ് കണക്ഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വയേർഡ് നെറ്റ്വർക്ക് ടു കണക്ട് കമ്പ്യൂട്ടേഴ്സ് ഓർ ഡിവൈസ് ഓഫ് ദ സെയിം നെറ്റ്വർക്ക്. അതായത് ആ നെറ്റ്വർക്കിൽ കുറേ കമ്പ്യൂട്ടേഴ്സിന് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് സ്മോൾ, സിമ്പിൾ ആൻഡ് ഇൻഎക്സ്പെൻസീവ് ഡിവൈസ്. ഇൻഎക്സ്പെൻസീവ് ആണ് ഹബ്ബ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ട്രാഫിക് ഉണ്ടാവുന്നത്, അതായത് ഡാറ്റാസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ലോസ് ആയി പോകാനുള്ള ചാൻസ് ഇതിനകത്ത് കൂടുതലായിരിക്കും. അതായത് ബാൻഡ് വിഡ്ത്തിൻ്റെ എഫക്റ്റീവ് കുറവായിരിക്കും എന്തുപയോഗിച്ച് കഴിഞ്ഞാൽ, ഹബ്ബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ സോ ഹബ്ബിൽ നമുക്ക് ഡിഫറെൻറ്റ് ഡിവൈസുകൾ അറ്റ് എ ടൈമിൽ കണക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, ഹബ്ബ് എന്ന് പറഞ്ഞ ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യണത്. ഈ നെക്സ്റ്റ് ഡിവൈസാണ് സ്വിച്ച് എന്ന് പറയുന്നത്. സോ സ്വിച്ച് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് ഹബ്ബിനെ പോലെ തന്നെ ഉള്ളൊരു ഡിവൈസാണ് സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ചിൽ നമുക്ക് ഡിഫറെൻറ്റ് ഡിവൈസുകൾ ഒരുമിച്ച് ചേർത്ത് ഒറ്റ ഡിവൈസാക്കി ഒറ്റ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യും. ഈ സ്വിച്ച് എന്നുള്ള ഡിവൈസിലേക്ക് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സുകളെ തമ്മിൽ ഒരുമിച്ച് വെക്കാനായിട്ടുള്ളൊരു ഇതുണ്ട്. അതാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ദിസ് ഈസ് സെയിം ആസ് ലൈക്ക് ഹബ് ബട്ട് ഹയർ പെർഫോമൻസ് ടു റെഡ്യൂസ് ദ നെറ്റ്വർക്ക് ട്രാഫിക് ആൻഡ് ഇറ്റ് ഈസ് യൂസ് നെറ്റ്വർക്ക് ടു കണക്ട് കമ്പ്യൂട്ടേഴ്സ് ഓർ ഡിവൈസ് ഓഫ് ദ സെയിം നെറ്റ്വർക്ക്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് വളരെ ഫാസ്റ്റായ പെർഫോമൻസും ആണ്, അതുപോലെ തന്നെ ട്രാഫിക് ഉണ്ടാവാനുള്ള ചാൻസും വളരെ കുറവാണ്. അതാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇറ്റ് സെൻഡ് ഡാറ്റ ടു ദ കറക്റ്റ് ഡെസ്റ്റിനേഷൻ ബൈ ലുക്കിംഗ് ദ അഡ്രസ് ഓഫ് ദ നോഡ്. അപ്പോൾ അതായത് നോഡ് നോക്കിക്കഴിഞ്ഞിട്ട് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷനിലേക്കായിരിക്കും ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്തും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ NIC പറഞ്ഞു, സ്വിച്ച് പറഞ്ഞു, ഹബ്ബ് പറഞ്ഞു. ഹബ്ബിനെക്കാട്ടും നല്ലതാണ് എന്തെന്ന് പറയുന്നത്, സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ചിലെന്ന് പറയുന്നത് പെർഫോമൻസ് കൂടുതലായിരിക്കും, അതുപോലെ എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസും വളരെ കുറവായിരിക്കും.
ദെൻ നെക്സ്റ്റ് വൺ റിപ്പീറ്റേഴ്സ്. റിപ്പീറ്റേഴ്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെച്ച് ഡാറ്റാസ് നഷ്ടപ്പെട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ നഷ്ടപ്പെട്ട് പോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ എക്സ്ട്രാ വെച്ച് കൊടുക്കുന്ന ഡിവൈസിനെയാണ് എന്തെന്ന് പറയുന്നത്, റിപ്പീറ്റേഴ്സ് എന്ന് പറയുന്നത്. ദിസ് ഡിവൈസ് ഈസ് യൂസ് ഫോർ റിസീവിങ്, ആംപ്ലിഫൈങ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് സിഗ്നൽസ് ഇൻ ബോത്ത് ഡയറക്ഷൻ. അതായത് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്കും ഡെസ്റ്റിനേഷനിൽ നിന്ന് സോഴ്സിലേക്കും ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഡാറ്റാസ് ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുന്ന ഒരു ഡിവൈസ്, അതായത് ഡാറ്റാസ് റിസീവ് ചെയ്യാനും അതുപോലെ ട്രാൻസ്ഫർ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്, റിപ്പീറ്റേഴ്സ്. സോ ദിസ് റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നൽസ് ഒന്നും ലോസ് ആയി പോവുകയില്ല. ഇറ്റ് ആംപ്ലിഫൈസ് ദ വീക്ക് സിഗ്നൽസ്. സോ ദേ ആർ യൂസ്ഡ് ഇൻ ദ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. അതായത് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ്റെ സമയത്ത് നമ്മൾ ഡാറ്റാസ് ലോസ് ആയി പോകാണ്ടിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്, റിപ്പീറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് 3 ഡിവൈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിഡ്ജ്, റൂട്ടർ, ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഞാനിവിടെ റെഡിങ്ങിൽ അടയാളപ്പെടുത്തിയത് അതൊന്നും കൂടെ ഫോക്കസ് ചെയ്ത് നോക്കാനായിട്ടാണ്. ബ്രിഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിവൈസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് യൂസ് ടു കണക്ട് സെയിം നെറ്റ്വർക്ക്, ഒരേ നെറ്റ്വർക്കിലുള്ളത്. അതായത് ഇപ്പോൾ നമ്മളിനി പഠിക്കും നെറ്റ്വർക്കിനെ തന്നെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആൻഡ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെയിം ആയ ഇപ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് ലാൻ എന്ന് പറയുന്നത്. ലാൻ എന്ന് പറയുന്ന നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യുക, അതായത് സെയിം നെറ്റ്വർക്കിലുള്ള സാധനങ്ങൾ. ഇല്ലെങ്കിൽ വാനും തമ്മിൽ കണക്ട് ചെയ്യാൻ, ഇല്ലെങ്കിൽ മാനും തമ്മിൽ കണക്ട് ചെയ്യാൻ, അങ്ങനെയുള്ള സെയിം നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്, ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സോ ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ഫോർ കണക്റ്റിംഗ് സെയിം നെറ്റ്വർക്ക്. ആൻഡ് അടുത്തത് റൂട്ടർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പറയുന്ന പോലെ റൂട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനായിട്ടാണ് എന്തിനെ യൂസ് ചെയ്യുന്നത്, റൂട്ടർ. ഇപ്പം നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പോകാൻ ഡിഫറെൻറ്റ് വേസുകൾ ഉണ്ടാവും. ഒറ്റ സിംഗിൾ വേ അല്ല, പല മെത്തേഡ്സുകളുണ്ടാവും. അതിൽ ഏറ്റവും എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കുറവുള്ള പാത്ത് കണ്ടുപിടിച്ച് ഫാസ്റ്റായിട്ട് ഡാറ്റ ട്രാൻസ്മിഷൻ നടത്താനായിട്ടാണ് എന്ത് യൂസ് ചെയ്യണത്, റൂട്ടേഴ്സ് യൂസ് ചെയ്യണത്. റൂട്ടർ ചൂസ് ആൻ എഫിഷ്യൻറ്റ് പാത്ത് ഫോർ ഡാറ്റ ട്രാൻസ്ഫർ ഫ്രം എ ഗ്രൂപ്പ് ഓഫ് പാത്ത്. കുറേ പാത്തുകൾ ഉണ്ടാവും സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ട്. അതിൽ നിന്നും എഫക്റ്റീവായ പാത്ത് കണ്ടുപിടിക്കാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യണത്, റൂട്ടർ യൂസ് ചെയ്യണത്. Okay, it is also a router joins two network with different protocol. അതായത് പ്രോട്ടോകോൾ നമ്മൾ എന്താണെന്ന് പഠിച്ചു, റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസുകളുള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടാണ് ആരെ യൂസ് ചെയ്യണത്, റൂട്ടേഴ്സിനെ യൂസ് ചെയ്യണത്. ദ നെക്സ്റ്റ് ടേം ആണ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു കണക്ട് ദ ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് ഈസ് കോൾഡ്. ഗേറ്റ് വേ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് നെറ്റ്വർക്കുകളെ തമ്മിൽ, അതായത് ഒരു ലാനും ഒരു വാനും ഇല്ലെങ്കിൽ ലാനും മാനും അത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യണത്, ഗേറ്റ് വേ എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഗേറ്റ് വേ എന്ന് പറഞ്ഞ ഡിവൈസ് യൂസ് ചെയ്യണത്. സോ ഇതാണ് മെയിൻലി 3 ടൈപ്പ് ഓഫ് ഡിവൈസ്, മെയിൻലി 7 ടൈപ്പ് ഓഫ് ഡിവൈസുകളുണ്ട്. അതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രിഡ്ജും റൂട്ടറും ഗേറ്റ് വേ എന്ന് പറയുന്നത്. ബ്രിഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രിഡ്ജ് യൂസ് ചെയ്യണത്. അതേസമയം റൂട്ടർ യൂസ് ചെയ്യണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നെറ്റ്വർക്കുകൾ വിത്ത് ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ്, സെയിം നെറ്റ്വർക്ക് വിത്ത് ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസുകൾ ഉള്ളതിനെ കണക്ട് ചെയ്യാനായിട്ടാണ് റൂട്ടേഴ്സ് യൂസ് ചെയ്യണത്. ആൻഡ് ഗേറ്റ് വേ യൂസ് ചെയ്യണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടാണ് ഗേറ്റ് വേ യൂസ് ചെയ്യണത്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. വാട്ട് ആർ ദേ? NIC, ഹബ്ബ്, സ്വിച്ച്, റിപ്പീറ്റേഴ്സ്, ബ്രിഡ്ജ്, റൂട്ടർ ആൻഡ് ഗേറ്റ് വേ. സോ ഇത് എന്താണെന്നുള്ള ഡെഫിനിഷൻ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവണം. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സ്. ഏതൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് ഡാറ്റ ട്രാൻസ്ഫർ, ഡാറ്റയുടെ ഫ്ലോ ചെയ്യാനായിട്ട് ഏതൊക്കെ? ഇറ്റ് പ്രൊവൈഡ് ദ ഡാറ്റ ഫ്ലോ ടു ഓർ ഫ്രം എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്കോ കമ്പ്യൂട്ടറിൽ നിന്നോ ഡാറ്റ ഫ്ലോ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സുകളാണ് എന്തെന്ന് പറയുന്നത്, ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. മെയിൻലി 2 ടൈപ്പ് ഓഫ് എക്യുപ്മെൻറ്റ്സ് ആണുള്ളത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മോഡം ഉണ്ട്, മൾട്ടിപ്ലെക്സറും ഉണ്ട്. ഏതൊക്കെയാണ് 2 ടൈപ്പ് ഓഫ് എക്യുപ്മെൻറ്റ്സ്? മോഡം ആൻഡ് മൾട്ടിപ്ലെക്സർ. മോഡം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം നമ്മുടെ എല്ലാവരും കുറേ പേരുടെ വീട്ടിൽ മോഡം ഉണ്ടാവും ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ മോഡം ചെയ്യുന്ന 2 പ്രോസസ്സാണ് മോഡം ചെയ്യുന്നത്, മോഡുലേഷൻ ആൻഡ് ഡീമോഡുലേഷൻ. അതുപോലെ തന്നെ മൾട്ടിപ്ലെക്സറും 2 ഫംഗ്ഷനിങ് ചെയ്യും, മൾട്ടിപ്ലെക്സിങ് ആൻഡ് ഡീമൾട്ടിപ്ലെക്സിങ്. അതെന്താണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് മോഡമാണ്.
മോഡം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ് ടു കൺവേർട്ട് അനലോഗ് സിഗ്നൽ ടു ഡിജിറ്റൽ ആൻഡ് ഡിജിറ്റൽ സിഗ്നൽ ടു അനലോഗ്. അനലോഗ് സിഗ്നൽസുകൾ ഡിജിറ്റൽ സിഗ്നൽസ് ആക്കാനും ഡിജിറ്റൽ സിഗ്നൽസുകൾ അനലോഗ് സിഗ്നൽസ് ആക്കാനുമായിട്ടാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യണത്? മോഡം എന്ന് പറഞ്ഞ ഡിവൈസ് എക്യുപ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യണത്. സോ ദിസ് മോഡം ആക്ട് ആസ് ടു ഫങ്ഷനിങ് മോഡുലേഷൻ ആൻഡ് ഡീമോഡുലേഷൻ. Okay, modulation means conversion of digital to analog and demodulation means analog to digital. The computer can only understand the digital form. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറിന് എന്ത് മാത്രമേ മനസ്സിലാവൂ? ഡിജിറ്റൽ ഡാറ്റാസ് മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ മോഡം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മോഡത്തിലൂടെ ഇപ്പം നമ്മൾ കൊടുക്കുന്ന ലാംഗ്വേജും ഇതിന് മനസ്സിലാവില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ലാംഗ്വേജുകളെ കൺവേർട്ട് ചെയ്യാനും അവിടെ നിന്നുള്ള ലാംഗ്വേജിൽ തിരിച്ചും കൺവേർട്ട് ചെയ്യാനായിട്ടാണ് ആരെ യൂസ് ചെയ്യണത്? മോഡത്തിനെ യൂസ് ചെയ്യണത്. സോ മോഡം ഈസ് എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ് ടു കണക്ട് അനലോഗ് സിഗ്നൽസ് ടു ഡിജിറ്റൽ ആൻഡ് ഓൾസോ വൈസ് വേഴ്സ. വൈസ് വേഴ്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻസും നടത്തും. സോ ദിസ് മോഡം ആക്ട് ആസ് ടു ഫങ്ഷനിങ് മോഡുലേഷൻ ആൻഡ് ഡീമോഡുലേഷൻ. മോഡുലേഷൻ മീൻസ് conversion from digital to analog and demodulation means analog to digital conversion. Okay, ഇനി മോഡം ഈസ് യൂസ്ഡ് വെൻ ഗ്യാതറിങ് ഇൻഫർമേഷൻ. മോഡം ഇതിനെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻ്റർനെറ്റിൽ നിന്ന് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാനായിട്ടാണ് നമ്മൾ മോഡത്തിനെ യൂസ് ചെയ്യണത്. ബിക്കോസ് ദ ഡാറ്റ ട്രാൻസ്ഫർ മീഡിയ ഹിയർ ഈസ് ടെലിഫോൺ ലൈൻ. ചിലപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ടെലിഫോൺ ലൈൻസുകൾ യൂസ് ചെയ്ത് അതിലൂടെയുള്ള മൊബൈൽ കണക്ഷൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. The telephone lines carries only analog signals and computer works with digital form. അപ്പോൾ നമ്മൾ ടെലിഫോൺ ലൈൻസിൽ നിന്നും അനലോഗ് സിഗ്നൽസിനെ കളക്ട് ചെയ്തിട്ട് അത് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദെൻ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന തിരിച്ച് ഡാറ്റാസിനെ, അതായത് അനലോഗ് ഡിജിറ്റൽ സിഗ്നൽസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? അനലോഗ് സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കണം? നമ്മൾ മോഡത്തിനെ യൂസ് ചെയ്യണത്. മനസ്സിലായോ? അപ്പോൾ മോഡത്തിന് രണ്ട് ഫംഗ്ഷനിങ് ആണുള്ളത്, മോഡുലേഷനും ഡീമോഡുലേഷനും ഉണ്ടായിരിക്കും. മോഡുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർഷൻ ഫ്രം ഡിജിറ്റൽ ടു അനലോഗ് ആൻഡ് ഡീമോഡുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ ആണ്. ഓക്കെ, ഇതുപോലെ തന്നെയുള്ള വേറൊരു ഡിവൈസാണ് മൾട്ടിപ്ലെക്സർ എന്ന് പറയുന്നത്. നോക്കിയേ, മൾട്ടിപ്ലെക്സറും ഡീമൾട്ടിപ്ലെക്സറും. അവിടെ എന്താ നടക്കണം? മൾട്ടിപ്ലെക്സിങ്ങും നടക്കുന്നുണ്ട്, ഡീമൾട്ടിപ്ലെക്സിങ്ങും നടക്കുന്നുണ്ട്. മൾട്ടിപ്ലെക്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ഇറ്റ് കമ്പൈൻസ് മോർ ദാൻ വൺ സിഗ്നൽസ് ഇൻ ടു വൺ. കുറേ സ്ഥലത്ത് നിന്ന് വരുന്ന സിഗ്നൽസുകളെ ഒറ്റ സിഗ്നലാക്കി മാറ്റലാണ് എന്ത് നടത്തുന്നത്? മൾട്ടിപ്ലെക്സിംഗ് നടത്തുന്നത്. അതായത് ഡിഫറെൻറ്റ് സ്ഥലത്ത് നിന്ന് വരുന്ന ഡാറ്റാസിനെ ഒറ്റ പാത്തിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യുക, അതാണ് എന്ത് നടത്തുന്നത്? മൾട്ടിപ്ലെക്സർ നടത്തുന്നത്. അപ്പോൾ ഡീമൾട്ടിപ്ലെക്സിങ് എന്തായിരിക്കും നടക്കുന്നത്? ഈ ഒറ്റയായി വന്ന ഡാറ്റേനെ ഡിഫറെൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യലാണ് എന്ത് നടത്തുന്നത്? ഡീമൾട്ടിപ്ലെക്സർ നടത്തുന്നത്. Okay, multiplexing is the process in which it combines more than one signals into one signal. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൾട്ടിപ്ലെക്സർ എന്ന് പറയുന്നത്. ഇനി ഡീമൾട്ടിപ്ലെക്സർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? തിരിച്ചു ചെയ്യും. ഇറ്റ് റിഫേഴ്സ് ദ പ്രോസസ് ഈസ് കോൾഡ് ഡീമൾട്ടിപ്ലെക്സിങ്. അതായത് ഡിഫറെൻറ്റ് ചാനൽസിൽ നിന്നും വന്ന ഡാറ്റാസിനെ ഒറ്റയായിട്ട് മാറ്റലാണ് എന്ത് ചെയ്യണത്? ഡീമൾട്ടിപ്ലെക്സർ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇതാണ് മൾട്ടിപ്ലെക്സിങ്ങും ഡീമൾട്ടിപ്ലെക്സിംഗ് എന്നും പറയുന്നത്. അപ്പോൾ രണ്ട് തരം എക്യുപ്മെൻറ്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? മോഡും മൾട്ടിപ്ലെക്സറും. മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫങ്ഷനിങ് ആണ് ചെയ്യുന്നത്, മോഡുലേഷൻ ആൻഡ് ഡീമോഡുലേഷൻ. മൾട്ടിപ്ലെക്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലെക്സിങ്ങും ഡീമൾട്ടിപ്ലെക്സിങ്ങും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് നെറ്റ്വർക്കുകളാണ്. ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്കുകൾ ഏതൊക്കെ രീതിയിലുണ്ടെന്ന്. മെയിൻലി നെറ്റ്വർക്കുകൾ 4 ടൈപ്പ് ഓഫ് നെറ്റ്വർക്കുകളാണുള്ളത്: പാൻ, ലാൻ, വാൻ ആൻഡ് മാൻ. പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ, ഇതിൻ്റെ എല്ലാം എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ. പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. വാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ 4 ടൈപ്പ് ഓഫ് നെറ്റ്വർക്കുകളാണുള്ളത്: ലാൻ, വാൻ, മാൻ ആൻഡ് പാൻ. പാൻ മീൻസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആൻഡ് മാൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഇനി പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുമല്ലോ, ആ ലാപ്ടോപ്പാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് ഓരോ പേഴ്സൺസിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സുകൾ, അതായത് വെരി സ്മോൾ ഡിസ്റ്റൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കുകളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്?
പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ ഓർ പേഴ്സണൽ നെറ്റ്വർക്ക് വിത്തിൻ എ ഫ്യൂ മീറ്റേഴ്സ് ഓഫ് ഡിസ്റ്റൻസ്. ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നെറ്റ്വർക്ക് ആണെന്ന് പറയുന്നത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, മൊബൈൽ ഫോൺ നമ്മൾ മൊബൈൽ ഫോൺ PC ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ബ്ലൂടൂത്ത് യൂസ് ചെയ്ത് USB കേബിൾസ് ഒക്കെ യൂസ് ചെയ്ത് അങ്ങനെ കണക്ട് ചെയ്യുന്നത്. സ്മാർട്ട് ഫോൺസ്, മൊബൈൽ, ലാപ്ടോപ്പ്, ഇതെല്ലാം എന്തിനാ എക്സാമ്പിൾസ് ആയിട്ട് പറയാം? നമുക്ക് പാനിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഇനി അടുത്താണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ സ്മോൾ ഡിസ്റ്റൻസിൽ, അതായത് ഒരു സ്കൂളിലെ കമ്പ്യൂട്ടേഴ്സുകൾ തമ്മിലോ ഇല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടേഴ്സുകൾ തമ്മിലോ ഇല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് കഫേയിലുള്ള കമ്പ്യൂട്ടേഴ്സുകൾ തമ്മിലോ പരസ്പരം കണക്ട് ചെയ്തുണ്ടാവുന്ന നെറ്റ്വർക്കിനെയാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ LAN എന്ന് പറയുന്നത്. ദേ ആർ പ്രൈവറ്റ്ലി ഓൺ നെറ്റ്വർക്ക് വിതിൻ എ ജോഗ്രഫിക്കൽ കവറേജ് ഓഫ് ലെസ് ദാൻ എ കിലോമീറ്റർ. ദേ ആർ യൂഷ്വലി സെറ്റപ്പ് വിതിൻ എ ബിൽഡർ ഓർ എ ക്യാമ്പസ്. ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 Mbps തൊട്ട് 100 Mbps വരെയാണ് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ തമ്മിൽ അതിൽ കമ്പ്യൂട്ടേഴ്സിൽ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കേബിൾസുകളാണ് ട്വിസ്റ്റഡ് പെയർ ഉപയോഗിക്കുക, കോയാക്സിയൽ കേബിൾസ് യൂസ് ചെയ്യാം, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് യൂസ് ചെയ്യാം. സോ ഇതിൽ നമ്മൾ വയേർഡ് കമ്മ്യൂണിക്കേഷൻ മീഡിയയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിൽ എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസും കുറവായിരിക്കും, എക്സ്പെൻസും കുറവായിരിക്കും. എന്തിനകത്ത്? ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനകത്ത്. ഓക്കെ, ഇനി അടുത്തതാണ് മാൻ എന്ന് പറയുന്നത്. മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ കുറച്ചും കൂടെ ഡിസ്റ്റൻസ് കൂടിയ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കാണ് എന്തെന്ന് പറയുന്നത്? മാൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കേബിൾ TV ഒക്കെ, അതായത് ഇപ്പോൾ ഒരു റീജിയണിൽ മൊത്തത്തിൽ ഒരു രീതിയിലുള്ള നെറ്റ്വർക്കിംഗ് ആയിരിക്കും യൂസ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി കവർ എ വൈഡർ ജോഗ്രഫിക്കൽ ഏരിയ അബൌട്ട് 100 കിലോമീറ്റർ ഇൻ ഡയാമീറ്റർ. അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ലാനിനെക്കാട്ടും കുറച്ചും കൂടെ സ്പീഡായിരിക്കും. പക്ഷേ എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കുറച്ച് കൂടുതലായിരിക്കും, ലാനിനെക്കാട്ടും അപേക്ഷിച്ച് കുറച്ച് കൂടുതലായിരിക്കും. എന്തിനകത്ത്? മാനിനകത്ത്. ഇതിനകത്ത് ഉപയോഗിക്കുന്നത് കോയാക്സിയൽ കേബിൾസുകളാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ മീഡിയയിൽ ഉപയോഗിക്കുന്ന ഡിവൈസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ വൈഡ് ആയി കിടക്കുകയാണ്. അതായത് കൺട്രീസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് കവേഴ്സ് അക്രോസ് ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ സച്ച് ആസ് കൺട്രീസ് ആൻഡ് കോണ്ടിനെൻറ്റ്സ്. അപ്പോൾ ഇന്റർ കണക്ട്സ് മൾട്ടിപ്പിൾ ലാൻഡ്സുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്പീഡ് വളരെ കൂടുതലായിരിക്കും, ഡാറ്റ ട്രാൻസ്ഫറിങ് സ്പീഡ് കൂടുതലാണ്, പക്ഷേ എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും, എക്സ്പെൻസും കൂടുതലായിരിക്കും. ഇനി ഇതിന് മെയിൻ എക്സാമ്പിളാണ് എന്തെന്ന് പറയുന്നത്? ഇൻ്റർനെറ്റ് ആണ് ഇതിൻ്റെ മെയിൻ, വൈഡ് ഏരിയ നെറ്റ്വർക്കിൻ്റെ മെയിൻ എക്സാമ്പിളാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. സോ ഇൻ്റർനെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ വെരി ലാർജ് നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് ഇൻ്റർ കണക്ട് മെനി ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓർ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് എന്നും വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാം. ഇനി ഇതിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോളിൻ്റെ പേരാണ് TCP/IP പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞ പ്രോട്ടോക്കോളാണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ യൂസിങ് ദിസ് ഇൻ്റർനെറ്റ് വി ക്യാൻ ട്രാൻസ്ഫറിങ് ഇമെയിൽസ്, വീഡിയോ കോൺഫറൻസിങ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണത്. സോ ഇന്ന് നമ്മൾ 3 സെക്ഷൻസ് ആണ് പറഞ്ഞേക്കുന്നത്. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്കുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളിൽ വന്നതാണ് NIC, ഹബ്ബ്, സ്വിച്ച്, റിപ്പീറ്റേഴ്സ്, അതുപോലെ ബ്രിഡ്ജ്, റൂട്ടർ, ഗേറ്റ്വേ. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് എക്യുപ്മെൻറ്റ്സ്, മെയിൻലി 2 എക്യുപ്മെൻറ്റ്സ് ആണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യണത്: മോഡം ആൻഡ് മൾട്ടിപ്ലെക്സർ, മോഡുലേഷൻ, ഡിമോഡുലേഷൻ, മൾട്ടിപ്ലെക്സിങ് ആൻഡ് ഡിമൾട്ടിപ്ലെക്സിങ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്കുകളാണ്. മെയിൻലി 4 ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഉണ്ട്: PAN, LAN, MAN ആൻഡ് WAN. സോ ഈ നോട്ട്സ് ആദ്യം എഴുതിയെടുക്കുക, എന്നിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു.